ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 2025 ഫെബ്രുവരി 8 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി നീന്തലിൽ ട്രിപ്പിൾ സ്വർണം നേടിയത് ആരാണ്? ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി നീന്തലിൽ ട്രിപ്പിൾ സ്വർണം നേടിയത് ഹർഷിത ജയറാമാണ്. ഹർഷിത ജയറാം. അടുത്ത ചോദ്യം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നവീൻ ചാവ്ല. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നവീൻ ചാവ്ല. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആകെ എത്ര റംസാർ സൈറ്റുകളാണ് നിലവിലുള്ളത്? ഇന്ത്യയിൽ ആകെ എത്ര റംസാർ സൈറ്റുകളാണ് നിലവിലുള്ളതെന്ന് ചോദിച്ചാൽ ഉത്തരം 89 ഇന്ത്യയിൽ ആകെ എത്ര റംസാർ സൈറ്റുകളാണ് നിലവിലുള്ളത്? 89 പുതുതായിട്ട് 4 സൈറ്റുകളും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് 1 സക്കരക്കോട്ടെ പക്ഷി സങ്കേതം, 2 തോർത്തങ്കൽ പക്ഷി സങ്കേതം, 3 ഉധ്വ തടാകം, 4 ഖേച്ചിയോ പല്ലി തടാകം. 4 പുതിയ സൈറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തത് സക്കരക്കോട്ടെ പക്ഷി സങ്കേതമാണ്, രണ്ടാമത്തത് തോർത്തങ്കൽ പക്ഷി സങ്കേതം, പിന്നെ ഉധ്വ തടാകവും ഖേച്ചിയോ പല്ലി തടാകവും. ഓക്കെ, അടുത്ത ചോദ്യം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വേദി എവിടെയാണ്? 2025 ICC ചാമ്പ്യൻസ് ട്രോഫി വേദി പാകിസ്ഥാനാണ്. അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സഞ്ചാരി ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സഞ്ചാരിയാണ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സഞ്ചാരി ചോദിക്കുകയാണെങ്കിൽ അത് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണ്. അടുത്ത ചോദ്യം. പ്രാഥമിക കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനൊപ്പം ദ്വിതീയ കാർഷിക മേഖലയുടെ ഉന്നമനത്തിലൂടെ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക, കർഷകരുടെ വരുമാന വർധനവ് ഉറപ്പാക്കുക, അതേപോലെ സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യങ്ങളോടുകൂടി കൃഷി വകുപ്പ് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച പദ്ധതിയാണ് കൃഷി സമൃദ്ധി പദ്ധതി. എന്തൊക്കെയാണ്? കർഷകരുടെ വരുമാന വർധനവ് ഉറപ്പാക്കുക, കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക, സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക. പ്രാഥമിക കാർഷിക മേഖലയെ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ദ്വിതീയ കാർഷിക മേഖലയും കൂടെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കൃഷി സമൃദ്ധി പദ്ധതി എന്ന് പറയുന്നത്. അതിനകത്തുകൂടി കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക, കർഷകരുടെ വരുമാന വർധനവ് അത് ഉറപ്പാക്കുക, സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക, ഇതെല്ലാമാണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം. തദ്ദേശീയ കുട്ടികളുടെ ഇംഗ്ലീഷ് ഷോ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് കമ്മ്യൂണിക്കോറാണ്. തദ്ദേശീയ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി സർവകലാശാലയാണ്. ഗുജറാത്തിലെ ആനന്ദ് IRMയിൽ സ്ഥാപിതമായ ത്രിഭുവൻ സഹകാരി സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല. ഗുജറാത്തിൽ ആനന്ദ് IRMയിൽ സ്ഥാപിതമായിട്ടുള്ള സർവകലാശാലയാണ് ഇത്, ത്രിഭുവൻ സഹകാരി സർവകലാശാല. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല. അടുത്ത ചോദ്യം. 2025 ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ്? 2025 ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണെന്ന് അറിയാമോ? അത് ഉത്തരാഖണ്ഡാണ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ്. 2025 ദേശീയ ഗെയിംസിനകത്ത് കളരിപ്പയറ്റ് കൂടി മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡൽഹി ഹൈക്കോടതിയാണ്.